ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഭക്തി സാധനങ്ങളെക്കുറിച്ചാണ്. ഭക്തി എന്ന് പറയുന്നത് ഒരു അറ്റാച്ച്മെൻറ്റ് അഥവാ ആരാധനയാണ്. ഒരാൾ ദൈവത്തോട് കാണിക്കുന്ന അടുപ്പത്തെ ഭക്തി എന്നും ഒരാൾ മനുഷ്യരോട് കാണിക്കുന്ന അടുപ്പത്തെ ആരാധന അഥവാ സ്നേഹമെന്നും പറയുന്നു. യസ്മിൻ നിഹനി അർഹീവ ഭഗവാനുത്സ സർജക തദൈവേഹാനുവൃത്തോ സാവധർമ്മ പ്രഭവകലിഹി. ഏതു ദിവസം ഏത് സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയെ ഉപേക്ഷിച്ചുവോ അപ്പോൾ തന്നെ അവിടെ അധർമ്മത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ കലി പ്രവേശിച്ചു. അങ്ങനെയാണ് കലിയുഗാരംഭം എന്നാണ് ഭാഗവതം പറയുന്നത്. കലിയുഗത്തിൽ ധർമ്മമാർഗത്തിലൂടെ ചരിക്കാൻ ആവശ്യം ഉണ്ടാകേണ്ട ഒന്നാണ് ഭക്തി എന്ന് ഭാഗവതം സിദ്ധാന്തിക്കുന്നു. ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സംഖ്യ ആത്മനിവേദനം. ഭക്തിമാർഗത്തിലെ ഈ സാധനാക്രമം ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്നത് പ്രഹ്ലാദനാണ്. ഭഗവത് മഹാത്മ്യങ്ങൾ ശ്രവിക്കുക, ഈശ്വരനാമങ്ങൾ കീർത്തിക്കുക, ഭഗവത് സ്വരൂപത്തെ സ്മരിക്കുക, ഈശ്വരനെ പരിപാലിക്കുക, പൂജിക്കുക, നമസ്കരിക്കുക, ദാസഭാവത്തിൽ ആരാധിക്കുക, മിത്രഭാവത്തിൽ പെരുമാറുക, ഭഗവാനായി ആത്മസമർപ്പണം ചെയ്യുക, ഇങ്ങനെ 9 വിധമായ സാധനകളാണ് നിർദ്ദേശിക്കുന്നത്. ഇവയെങ്കിൽ ഏതെങ്കിലും ഒന്ന് മുഖ്യ സാധനയായി സ്വീകരിച്ച് പരമപദം പ്രാപിച്ച പല ഉത്തമ ഭക്തന്മാരുടെയും കഥകൾ ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് പരീക്ഷിത്ത്, ശുഗൻ, പ്രഹ്ലാദൻ, പൃഥു, അക്രൂരൻ, ഹനുമാൻ, അർജുനൻ, മഹാബലി മുതലായ പുരാണ കഥാപാത്രങ്ങൾ ഭക്തി സാധനയുടെ വിവിധ സമ്പ്രദായങ്ങൾ അനുഷ്ഠിച്ച് ധന്യത നേടിയ ആൾക്കാരാണ്. ഭക്തി മാത്രമല്ല, ഈശ്വരാഭിമുഖമായ ഏത് വികാരവും നിരന്തരമായ അനുസന്ധാനം മുഖേന തന്മയീഭാവം വരുത്തുന്നുവെങ്കിൽ അത് മുക്തിക്ക് കാരണമാകുമെന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. കാമാദ്വേഷാത് ഭയാത് സ്നേഹാത് യഥാ ഭക്തീശ്വരം മനഃ ആവേശ തതകം ഹിത്വാ ബഹവസ്തത് ഗതീംഗത. കാമം, ദ്വേഷം, ഭയം, സ്നേഹം, ഭക്തി എന്നീ ഭാവങ്ങൾക്കതീതരായിട്ട് മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിച്ച് പാപത്തെ നശിപ്പിച്ച അനേകം പേർ ഭാഗവത സായുജ്യം നേടി. ഇതിനും ചില ഉദാഹരണങ്ങൾ അടുത്ത ശ്ലോകത്തിൽ നൽകുന്നുണ്ട്. ഗോപ്യഃ കാമാത് ഭയാത് സകംസോ ദേശേശ്ചൈത്യാദയോ നൃപഃ സംബന്ധാത് വൃഷ്ണയഃ സ്നേഹാത് യൂയം ഭക്ത്യാ വയം വിഭോ. കാമത്താൽ ഗോപസ്ത്രീകളും ഭയത്താൽ കംസനും ദ്വേഷത്താൽ ശിശുപാലൻ മുതലായവരും സംബന്ധത്താൽ വൃഷ്ണികളും സ്നേഹത്താൽ പാണ്ഡവരും ഭക്തിയാൽ മഹർഷിമാരും സായുജ്യം നേടിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഭാഗവത ധർമ്മത്തിൽ വളരെ അർത്ഥവത്തായ ഒന്നാണ് സത്സംഗം അഥവാ സജ്ജന സംഘം. സാധൂനാം ദർശനം ലോകെ സർവസിദ്ധീകരം പരം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഭക്തി സാധനയാണ്. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭത്തെ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃത മോഹമഹാന്ധകാര നാശം വിധായ ഹിതദോ ദയത്തേ വിവേകഃ. അനേകം ജന്മങ്ങളിലെ സത്കർമ്മങ്ങളുടെ ഫലമായ ഭാഗ്യത്തിൻ്റെ ഫലമാണ് സത്സംഗമെന്നും അത് മൂലം മോഹമഹന്ധകാരം നശിച്ച് ആത്മജ്ഞാനത്തിന് വഴിയൊരുക്കുന്നുവെന്നും ഈ ശ്ലോകം പത്മപുരാണത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ദുർജനങ്ങളുമായുള്ള സംസർഗം ഭക്തിയിൽ ഏർപ്പെടുന്നവർ പാടെ വർജിക്കേണ്ടതെന്ന് ഭാഗവതം ഉപദേശിക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപനിൽ ലീനചിത്തനായ ഉത്തമ ഭക്തൻ ഉളവാക്കുന്ന ഭൗതിക നേട്ടങ്ങൾ സുധസംഹിത ഇങ്ങനെ വിവരിക്കുന്നു. കുലം പവിത്രം ജനനീകൃതാർത്ഥ വസുന്ധര പുണ്യവതീച്ചതേന. ഭാഗവതം കൃഷ്ണ പരമാത്മാവിൻ്റെ വാഗ്മയ സ്വരൂപമാണെന്നാണ് ഭക്തന്മാരുടെ വിശ്വാസം. ഈ വിശ്വാസമാണ് ഭാഗവതത്തെ ശ്രീമഹാഭാഗവതവും ശ്രീമദ് ഭാഗവതവും ആക്കി തീർക്കുന്നത്. അടുത്ത ഭാഗം നമ്മൾ പറയാൻ പോകുന്നത് ഭാഗവത സ്വരൂപത്തെക്കുറിച്ചാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.